ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൽപ്പനക്കാരനാണെങ്കിൽ പോലും ഞാൻ പറയും ഈ ലോട്ടറി നിരോധിക്കണം എന്ന്. വിൽപ്പനക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർക്കാരിന് കാശുണ്ടാക്കാനുള്ളൊരു സാധനമാണ്. 50 തന്നെ കച്ചവടം മോശ. ഇനിയിപ്പോ അതിൽ കൂടെ ഒന്നുകൂടി മോശവും. ഇതിപ്പോ DC കുറച്ചു, ഏജന്റ് കമ്മീഷൻ കുറച്ചു. ആദ്യം DC 10% ആയിരുന്നു, ഇപ്പൊ 9 ഒരു ടിക്കറ്റുമ്പോ 1.50 വെച്ച് കൂട്ടി. അപ്പൊ ഒരു സെറ്റുമ്പോ ഒരു 18 രൂപ കൂടുതലായി. ഇതിപ്പോ കച്ചവടം ഇല്ലെങ്കിൽ കയ്യിൽ 10 ടിക്കറ്റ് കയ്യിൽ വെട്ടതിന് കഴിഞ്ഞില്ല, 500 രൂപ പോയില്ലേ. പ്രൈസ് അടിക്കാൻ പ്രശ്നമില്ല. പ്രൈസ് വീഴാൻ കഴിഞ്ഞപ്പോ ഒരു സെറ്റ് എടുത്ത് DC കിട്ടി കഴിഞ്ഞാൽ ഒരു 5400 രൂപ കിട്ടും. 5000 അടിക്കണമെങ്കിൽ 6 മാസം കഴിയുന്നു. പക്ഷെ ഇതൊരു ചീട്ടുകളി മാതിരിയാണ്, ചൂതാട്ടം മാതിരിയാണ്. ജനം അടിമയായി പോയി. ഞാൻ എൻ്റെ അടുത്ത് ടിക്കറ്റ് എടുക്കാൻ വരുന്ന പലരോടും പറയും, കുടുംബത്തെ പട്ടിണിക്കിട്ടിട്ട് ഈ ടിക്കറ്റ് എടുക്കരുത് മോനെ എന്ന് പറയും. ഇപ്പൊ ഞങ്ങൾക്ക് വീണ്ടും കമ്മീഷൻ കുറഞ്ഞു. നേരത്തെ ഒരു ടിക്കറ്റിന് 42 രൂപ 80 പൈസക്ക് കിട്ടിയിരുന്നു. ഇപ്പൊ 43 രൂപ 65 പൈസ ഒരു ടിക്കറ്റിന് കൊടുക്കണം. അതായത് 85 പൈസ ഒരു ടിക്കറ്റുമേ വില കൂടിയിരുന്നു. 90 ടിക്കറ്റ് വിൽക്കുന്ന ഒരു പാവം 10 ടിക്കറ്റ് ബാക്കി വന്നാൽ അവനന്ന് കൂലിക്കാശില്ല, അവന്റെ മുതലിൽ നിന്ന് പോയി. ഇത് 1,80,00,000 ടിക്കറ്റ് അച്ചടിക്കുന്നുണ്ട്. 99% ട്രഷറിയിൽ നിന്ന് ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട്. ഈ ടിക്കറ്റ് ഹോൾസെയിലും വിറ്റ് പോകും. ബാക്കി ടിക്കറ്റ് വരുന്നത് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ കയ്യിലാണ്. 10 ടിക്കറ്റ് വീതം ഒരു 1,00,000 വിൽപ്പനക്കാരുണ്ടെങ്കിൽ എത്ര ടിക്കറ്റ് ബാക്കി വന്നു? അതാ വിൽപ്പനക്കാരൻ പട്ടിണി കിടന്നു. സമ്മാനം ഇപ്പൊ വില കൂട്ടിയെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കമ്മീഷൻ കുറച്ചു എന്ന് മാത്രമല്ല, DC കുറച്ചു. അപ്പൊ ഞങ്ങൾക്ക് കാശില്ല എന്നർത്ഥം. ഈ സാധാരണ എന്നെ പോലെയുള്ള ഒരു ചെറിയ കച്ചവടക്കാരൻ ടിക്കറ്റ് കച്ചവടം നടത്തിയിട്ട് ഒരു കുടുംബം നടത്താൻ പറ്റില്ല. ഞാൻ ഈ ടിക്കറ്റ് വിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളോട് യാചിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ വീണ്ടും സമ്മാനം കുറയ്ക്കുകയാണ്. നിലവിലുള്ള സമ്മാനത്തിൽ നിന്നും വീണ്ടും വർദ്ധിപ്പിക്കുക. 30 ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ്, 5 ലക്ഷം രൂപ തേർഡ് പ്രൈസ്, 1 കോടി രൂപ ഫസ്റ്റ്. ഈ 1 കോടി രൂപ കിട്ടുന്ന ഒരുത്തന് അവന്റെ കയ്യിൽ കിട്ടുന്നത് 65 രൂപ വരെ താഴെയാണ്. അവന്റെ കയ്യിൽ കിട്ടുന്നത് പോകുന്നത് ബാക്കി കാശ് ടാക്സ് ആണ്. അപ്പൊ സർക്കാരിന്റെ ഉന്നം മുഴുവൻ ഈ ടാക്സിനാണ്. അപ്പൊ ഈ 5000 രൂപ തൊട്ട് കീഴോട്ടുള്ള പ്രൈസുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വിൽപ്പനക്കാരൻ്റെ അടുത്ത് ഡെയിലി പ്രൈസ് ഉണ്ടെന്ന് പറയാൻ കഴിയും. ഇത് ഞാൻ ആഴ്ചക്കണക്കിന് ഇരുന്നാൽ പ്രൈസ് ഇല്ല. വീണ്ടും പ്രൈസ് കുറയ്ക്കുകയാണെന്ന്. ഈ വീണ്ടും പ്രൈസ് കുറച്ചാൽ ഇനി മാസം എത്തിയാൽ പോലും ഒരു പ്രൈസ് കിട്ടുമെന്ന് സംശയമാണ്. സത്യത്തിൽ ഞാൻ പോലും നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന് ഞാൻ പറയും.